മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കായല്, കടല്, കുളം, അരുവി, വെള്ളച്ചാട്ടം തുടങ്ങിയ സ്പോട്ടുകളായിരിക്കും റീൽസ് മുഴുവനും. എന്നാൽ എല്ലാ സീസണിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്പോട്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിലെ പെരിങ്ങാനം. ഇവിടെ ഞാൻ സ്പോട്ട് അന്വേഷിച്ചു വന്നതല്ല കേട്ടോ. എൻ്റെ ആന്റീന്റെ വീട് ഇവിടെയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഒത്തിരി തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് വീഡിയോ എടുക്കാനും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാനും ഉള്ള സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നത്. തികച്ചും മലയോര മേഖലയിൽ പെട്ടതാണ് ഈ പെരിങ്ങാനം പ്രദേശം. അവിടെ പോയാല് ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരും അവരുടെ കാവും തോടും പുഴയും കുളവും തോട്ടങ്ങളുമാണ് അവിടെ നമുക്ക് കൂടുതലും കാണാൻ കഴിയുക. ഇത് ഞാൻ ഹൈപ്പിന് വേണ്ടി പറഞ്ഞതല്ല, നേരിട്ട് അറിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ മുന്നിൽ നടക്കുന്ന ആളെ കണ്ടോ? ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഗൈഡ്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഒരുവിധ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിച്ചത് ഇവനാണ്, എൻ്റെ അനിയൻ അങ്കു. പെരിങ്ങാനത്തെ മുഴുവൻ കാഴ്ചകളും അതിന്റെ ഭംഗിയും ഒന്നും എനിക്കിവിടെ പകർത്താൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലിവിടെ വിരുന്നിന് വന്നതാണ്. അപ്പൊ അതിന്റെ താഴ്വാര കഴിഞ്ഞ് കുറച്ച് അമ്പലവും കുളവും പുഴയും മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. കാരണം അതിനുള്ള സമയവും സന്ദർഭവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരിട്ട് കാണാനും കിടക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെ വീട്ടിന്റെ താഴെയില്ല വയലും വാഴത്തോട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. സൺഡേ ആയതുകൊണ്ട് അവന് ലീവാണ്. അതുകൊണ്ട് അങ്കു ഉണ്ട് എൻ്റെ കൂടെ. അന്ന് എന്തോ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാനും കേൾക്കാനും നിങ്ങളെ കൂടി കാണിക്കാനും പറ്റി എനിക്ക്. ഇതാണ് ഇവിടുത്തെ ചോട്ടാ പിള്ളറൊക്കെ മെയിൻ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. വെള്ളം പിന്നെ എപ്പോഴും എല്ലാവർക്കും ഇവിടെയും ഒരു ക്രേസ് ആണല്ലോ. കുളത്തിന്റെ പരിസരത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ മോനെ കൂട്ടിയിട്ടില്ല. കൂട്ടാത്തിപ്പോ നന്നായി തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ അവനും തുള്ളണമെന്ന് തോന്നിയേനെ. എന്തിന് എനിക്ക് പോലും ഒന്ന് കുളിക്കണം ഇറങ്ങണമെന്ന് തോന്നുന്നു. അപ്പോഴാ പിന്നെ പിള്ളേരെ കാര്യമല്ലേ. ഇതാണ് കേട്ടോ പെരിങ്ങാനം ഉദിയംകുന്ന് മുത്തപ്പൻ മടപ്പുര. ഫെബ്രുവരി മാസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടാറുള്ളത്. ഈ പുരളിമലയൊക്കെ ഇതിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ആന്റിയുടെ വീട്ടിലെത്തി ചായയും കുടിച്ച പാടും തന്നെ ഞാനും അങ്കും താഴെ ഇറങ്ങില്ല ഈ കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട്. കാരണം മഴ എപ്പോഴാണ് പെയ്യാതെ നിൽക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം പകർത്താൻ വെച്ചിറങ്ങുന്നതാണ്. അതുകൊണ്ട് ആരോടും മര്യാദക്കൊന്നും മിണ്ടാനും പറയാനും. ഇനി വേണം എല്ലാത്തിനും ഒന്ന് തുടക്കം. ഈ റോഡ് നേരെ ചെന്നാൽ കാണുന്ന ആ ഫ്രണ്ടിലത്തെ വീടാണ് കേട്ടോ ആന്റിയുടെ വീട്. അപ്പൊ പിന്നെ മിഹാറൂട്ടിനും അവന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവൻ അവിടെ നിന്ന് എൻജോയ് ചെയ്തിരിക്കുകയാണ്. അമ്മേനെ കാണാത്തതിന്റെ ഒരു വിഷമവും അവനില്ല. ഇനി നമുക്ക് കുറച്ചു നേരം വീടിന്റെ ഉള്ളിലത്തെ ആൾക്കാരും കാഴ്ചകളും കണ്ടാലോ? വാ, പരിചയപ്പെടാലോ. ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ഈ ഫ്രണ്ടിൽ കാണുന്ന ആശാനെ കണ്ട ഇതാണ് ഇവിടുത്തെ മെയിൻ സാർ, പൂച്ച സാർ. ബ്രൗണി എന്നാണ് ഈ പരിസരത്തിലെ ആൾക്കാരൊക്കെ ഇവനെ വിളിക്കുന്നത്. ഇവൻ മാത്രമല്ല, ഇതിനൊരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായിയാണ് ഈ കാണുന്നത് റൂബി നായർ. ഇവരെന്താ പറയുന്നത് ഇവർക്ക് രണ്ടാൾക്കും മാത്രമേ അറിയും. കാരണം രണ്ടാളെ ഭാഷയും നമുക്ക് വശമില്ല. അപ്പൊ ചുറ്റും ഒന്ന് കാണാനേ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും ഫുഡിന്റെ സമയമായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത ഇവരുടെ ഫാമിലേക്ക് ഒന്ന് പോകാൻ. ബിജുവേട്ടന്റെ നീലഗിരി ഫ്രഷ് ചിക്കൻ ഫാമിലേക്കാണ് ഇനി അടുത്ത നടത്തം. ഈ നടത്തം ഞാൻ മാത്രമല്ല, കുടുംബസമേതം നടക്കുകയാണ്. അച്ഛനും അമ്മയും മോനും അവിടുത്തെ 2 മക്കളും അങ്കു എല്ലാവരും ഉണ്ട്. ഗൈഡ് പിന്നെ എന്തായാലും വേണമല്ലോ. എന്റിയുടെ വീട് ഒരു കുന്നിന് മേലെയാണ്. ഇനി നമ്മൾ ഈ കാണാൻ പോകുന്ന ഫാം അതുക്കും മേലെയാണ്. അതിന്റെ മേലെയിൽ ഒരു കുന്നിന് മേലെയാണ്. അതുകൊണ്ട് കുന്നിന് മേലാന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നി കിട്ടും. അങ്ങനത്തെയപ്പോൾ ആ വിഷമമൊക്കെ മാറി. കാരണം ഈ നിരപ്പിൽ നടന്നവർക്ക് കുന്ന് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ആ കുന്ന് കയറി അവിടെ എത്തിയപ്പോൾ ആ വിഷമമൊക്കെ മാറി. കാരണം ഈ ഫാമും പരിസരവും ഒക്കെ അടിപൊളിയായിരുന്നു. ആ ഫാമിന്റെ പരിസരമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത്. കാരണം അതിന്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുന്ന താഴ്വാരവും കോടയൊക്കെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് ആവുന്നതും ഇതിന്റെ ക്ലാരിറ്റിയിൽ ഒരു പരിമിതി കൊണ്ട് എനിക്ക് ആ കാണുന്ന അതേ വിഷ്വൽ എനിക്കിവിടെ പകർത്താൻ പറ്റത്തില്ല. കാരണം നേരിട്ട് കാണുന്ന വിഷ്വൽ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ആ കുന്നിന് മേലെയുള്ള വിഷ്വൽ അടിപൊളിയായിരുന്നു കേട്ടോ, ആ കോടയൊക്കെ. പക്ഷെ അതെങ്ങനെയാ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ അറിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞവർക്കും പോകേണ്ട സമയമായി. കാരണം വൈകുന്നേരമായി. അങ്ങനെ അവസാനത്തെ ടാറ്റ പറച്ചൽ ചടങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ സവാരി തുടങ്ങുവാണ്. ഓട്ടോയിലായിരുന്നു നമ്മുടെ സവാരി സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തിരിച്ചും ഓട്ടോയിലേക്ക് തന്നെ പോവാണ്. ഇതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഗണിച്ച് അടുത്ത വീഡിയോ ഇതിലും ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. അപ്പൊ ടാറ്റ, ബൈ ബൈ.